മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള ചാനലാണ് ഏഷ്യാനെറ്റ്. ആദ്യം തുടങ്ങിയതും ഏഷ്യാനെറ്റ് തന്നെയാണ്. ഏഷ്യാനെറ്റിലെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് സർജിക്കൽ സ്ട്രൈക്ക്. കഴിഞ്ഞ 25-ാം തീയതി ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച സർജിക്കൽ സ്ട്രൈക്ക് ആകസ്മികമായിട്ടാണ് ഞാൻ കാണാനിടയായത്. അതിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ചില ആശങ്കകൾ വളരെ കൗതുകകരമായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പ്രകടിപ്പിച്ച ഈ ആശങ്കകൾ, അതിൻ്റെ നിജസ്ഥിതി, അതിനെക്കുറിച്ചുള്ള എൻ്റെ നിരീക്ഷണം, അത് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏഷ്യാനെറ്റിനെ പോലെ റേറ്റിംഗിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു ചാനലിലെ മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ വന്ന് പ്രകടിപ്പിക്കുന്ന ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? അദ്ദേഹം നിഷ്പക്ഷമായിട്ടാണോ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്? സത്യസന്ധമായിട്ടാണോ വാർത്തകൾ നൽകുന്നത്? അതോ വ്യക്തിനിഷ്ഠമായി തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് സംഭവങ്ങളെ വളച്ചൊടിച്ച് നൽകി മാധ്യമധർമ്മത്തെ അപമാനിക്കുകയാണോ ചെയ്യുന്നത്? ഇതൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പ്രേക്ഷകരുടെ വീക്ഷണവും തീർച്ചയായിട്ടും സബ്ജക്റ്റീവാണ്. ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില നിരീക്ഷണങ്ങൾ മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പണ്ടായിരുന്നെങ്കിൽ ഏഷ്യാനെറ്റ് കാണുകയല്ലാതെ നമുക്ക് ഏഷ്യാനെറ്റുണ്ട് സമ്മതിക്കാൻ സാധ്യതയുണ്ടായിരുന്നില്ല. ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലെ പാളിച്ചകളും പത്രമാധ്യമങ്ങളുടെ ഹിഡൻ അജണ്ടയുമൊക്കെ പൊതുജനങ്ങളെ അറിയിക്കാൻ ശക്തമായ സോഷ്യൽ മീഡിയ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് വാർത്തകൾക്ക് മുകളിൽ മലയാള മനോരമയ്ക്കും മാതൃഭൂമിയും അടക്കമുള്ള പത്രങ്ങൾക്കും ഏഷ്യാനെറ്റ് അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളുടെയും കുത്തക അവസാനിക്കാനുള്ള കാരണം സോഷ്യൽ മീഡിയയുടെ വരവാണ്. അവർ സോഷ്യൽ മീഡിയയെ അതിശക്തമായി എതിർക്കുന്നതിൻ്റെ കാരണവും അതൊക്കെ തന്നെയാണ്. അവരെ ഏക ചക്രാധിപതികളെ പോലെ വാണിരുന്ന മാധ്യമ ലോകത്ത് സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ്, സോഷ്യൽ മീഡിയയുടെ വിമർശനം, അതിൽ നിന്ന് പലപ്പോഴും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഉണ്ണി ബാലകൃഷ്ണൻ്റെ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ചാണ്. അദ്ദേഹം ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ലെ, ആശങ്ക നമ്പർ 1 അദ്ദേഹം പറയുന്നത്, സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം വന്നപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ പ്രഥമ പ്രസിഡൻ്റായിരുന്ന ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പങ്കെടുത്തു. രാജേന്ദ്ര പ്രസാദ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് പോകുന്നതിന് നെഹ്റു എതിരായിരുന്നു. കാരണം ഇന്ത്യയുടെ മതേതരത്വം പോകുമത്രേ. അതായിരുന്നു നെഹ്റുവിൻ്റെ കണ്ടെത്തൽ. എന്തായാലും രാജേന്ദ്ര പ്രസാദ് വളരെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്. നെഹ്റുവിനേക്കാൾ സ്വീകാര്യനാണ്, നെഹ്റുവിനേക്കാൾ സീനിയറാണ്. ബീഹാറിലെ ജനങ്ങൾ ഏറ്റവും ആദരവോടെ കാണുന്ന ഒരാളാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം തീർച്ചയായിട്ടും സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത രാജേന്ദ്ര പ്രസാദ് മതേതരനല്ല. ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് വിലക്കിയ ജവഹർലാൽ നെഹ്റു മതേതരനാണ് എന്നുള്ളതാണ് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. ഇന്ത്യൻ സംസ്കാരത്തെ, ഹൈന്ദവ മൂല്യങ്ങളെ എന്നും അവജ്ഞയോടെ കണ്ടിട്ടുള്ള ഒരു നേതാവായിരുന്നു ജവഹർലാൽ നെഹ്റു. ഈ ജവഹർലാൽ നെഹ്റുവാണ് 95% മുസ്ലിം ജനസംഖ്യയുള്ള കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്ത് നിലനിർത്തി ഭരണഘടനാ വിരുദ്ധമായ ചില നടപടികൾ സ്വീകരിച്ചത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെല്ലാം കാശ്മീരിന് പ്രത്യേക പദവി കൊടുത്തു, കാശ്മീരിന് പ്രത്യേക പ്രധാനമന്ത്രി, കാശ്മീരിന് പ്രത്യേക ഭരണഘടന, കാശ്മീരിന് പ്രത്യേക പതാക. ഇങ്ങനെ ഒരു സംസ്ഥാനം ഇന്ത്യൻ യൂണിയനിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിലനിർത്തിയ ഒരു നേതാവെന്ന നിലയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ സാർത്ഥതയാണ് കാണാൻ കഴിയുന്നത്. അതിനകത്ത് നെഹ്റുവിനെ ഒരു മതേതര നേതാവായി തീർച്ചയായിട്ടും എനിക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാ മതങ്ങളോടും തുല്യമായി ബഹുമാനം പുലർത്തുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ പറയാം. നെഹ്റുവിന് അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം ഹിന്ദുമതത്തോട് അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. എന്നാൽ ചില മതങ്ങളോടെ അദ്ദേഹം കാണിച്ച ചില സൗമനസ്യം, അതൊക്കെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ശരി, ഉണ്ണി ബാലകൃഷ്ണൻ്റെ ആശങ്ക നമ്പർ 1 ഇതായിരുന്നു. ഇതിനെ ഒരു അടിസ്ഥാനവും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ഉണ്ണി ബാലകൃഷ്ണൻ നെഹ്റുവിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട്, മനസ്സിലാക്കാത്തത് കൊണ്ട് തോന്നിയതാകാം. അതല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു വീക്ഷണവുമാകാം. രണ്ടാമത് അദ്ദേഹം പ്രകടിപ്പിച്ചൊരു ആശങ്ക, രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായി. ധ്വജാരോഹണം നടത്തിയത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് അയോധ്യ ക്ഷേത്രത്തിൽ വന്ന് ധ്വജാരോഹണം നടത്തുന്നത് ശരിയാണോ? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ? അത് മതേതര രാഷ്ട്രസങ്കല്പത്തിന് അനുയോജ്യമാണോ, അനുഗുണമാണോ?
ഇതാണ് ഉണ്ണി ബാലകൃഷ്ണൻ്റെ ചോദ്യം. എനിക്ക് ഉണ്ണി ബാലകൃഷ്ണനോട് ഇവിടെ പറയാനുള്ളത്, അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ബൈബിളിൽ തൊട്ടാണ്. ഉണ്ണി ബാലകൃഷ്ണൻ അതറിയാമോ? അത് വേണ്ട, ഇന്ത്യയിലെ ചില സംസ്ഥാനത്തിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വെക്കുന്നുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ അതൊന്ന് അന്വേഷിക്കണം, ഏത് സ്റ്റേറ്റാണ്, ഏത് മുഖ്യമന്ത്രിയാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ സമയം കിട്ടുമ്പോൾ അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ കാര്യങ്ങളെടുക്കാം. കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരായിരിക്കുമ്പോഴല്ലേ ഉംറയ്ക്ക് പോകുന്നതും ഹജ്ജ് അനുഷ്ഠിക്കുന്നതും ഒക്കെ. അതിൻ്റെ പേരിൽ അവരെ അവരുടെ മതേതരത്വം കൊഴിഞ്ഞു വീണോ? അങ്ങനെ മതേതരത്വം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടെങ്കിൽ, അപ്പം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മതത്തിൻ്റെ പേരിൽ മാത്രം സംസ്ഥാന ഖജനാവിൽ നിന്ന് പണം കൊടുത്ത് നടത്തുന്ന ചില പദ്ധതികൾ, അത്തരം പദ്ധതികളെ ഈ മതേതര രാജ്യത്ത് എതിർക്കാനുള്ള നട്ടല് ഉണ്ണി ബാലകൃഷ്ണനുണ്ടോ? അന്വേഷിച്ച് നോക്കൂ. താങ്കൾ പത്രപ്രവർത്തകനല്ലേ? മതത്തിൻ്റെ പേരിൽ മാത്രം കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് താങ്കളൊന്ന് അന്വേഷിച്ച് നോക്കൂ. മതത്തിൻ്റെ പേരിൽ നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണ് താങ്കൾ അന്വേഷിച്ച് നോക്കൂ. മതേതരത്വം എന്ന് പറഞ്ഞ് ചാനലിൽ വന്ന് ഗീർവാണം അടിച്ചാൽ പോരാ. എതിർക്കുകയാണെങ്കിൽ കൃത്യമായി എല്ലാത്തിനെയും എതിർക്കാനുള്ള ധൈര്യമുണ്ടാകണം. അങ്ങനെ മതേതര സങ്കല്പത്തിന്, താങ്കളുടെ മതേതര സങ്കല്പം എന്താണെന്ന് എനിക്കറിഞ്ഞോ, മതേതര സങ്കല്പത്തിൻ്റെ പൊതുവായ നിർവചനമാണ് ഞാൻ പറഞ്ഞത്. ആ മതേതര സങ്കല്പത്തിനെതിരായി നമ്മുടെ രാജ്യത്ത് എത്ര കാര്യങ്ങൾ നിലനിൽക്കുന്നു. ഇതിനെ എതിർക്കാനുള്ള ആത്മധൈര്യമില്ലാത്ത ഒരാൾ ധ്വജാരോഹണം നടത്തി എന്ന് പറയുന്ന വിലപിക്കുന്നതിനകത്ത് ഉണ്ണി ബാലകൃഷ്ണ ഒരു വിലയുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ആശങ്ക, NDA ആദ്യം രൂപം കൊള്ളുമ്പോൾ അത് BJP നേതൃത്വത്തിലാണ് രൂപം കൊണ്ടത്. അന്ന് സോഷ്യലിസ്റ്റുകളും DMK പോലുള്ള പാർട്ടികളും പ്രാദേശിക പാർട്ടികളും ഒക്കെ അതിൽ പങ്കാളികളായി. ഈ പങ്കാളികളായ പാർട്ടികൾ 3 ഡിമാൻഡുകളാണ് പറഞ്ഞിരുന്നത്. 3 ഡിമാൻഡുകൾ. അതിലൊന്ന് 370-ാം വകുപ്പ് റദ്ദാക്കും എന്നുള്ള നിലപാടിൽ നിന്ന് BJP പിന്നോട്ട് പോകണം, അത് പ്രസ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, അയോധ്യയിലെ തർക്കഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കും എന്നുള്ള BJP നിലപാടിൽ നിന്നും പിന്നോട്ട് പോകണം, അല്ലെങ്കിൽ ആ നിലപാട് പ്രസ് ചെയ്യാൻ പാടില്ല. പിന്നോട്ട് പോകണമെന്നല്ല, അത് പ്രസ് ചെയ്യാൻ പാടില്ല. ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ പേരിൽ BJP നേതൃത്വത്തിൽ ഗവൺമെൻറ്റിനെ അവർ പിന്താങ്ങൂ എന്ന് പറഞ്ഞു. അത് അടൽ ബിഹാരി വാജ്പേയി അത് സമ്മതിച്ചു. അങ്ങനെ അടൽ ബിഹാരി വാജ്പേയി 1999 അധികാരത്തിൽ എത്തി. 2004 വരെ അദ്ദേഹം നമ്മുടെ രാജ്യം പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഭരിക്കുകയും ചെയ്തു. അതിനു മുമ്പ് 13 ദിവസം അദ്ദേഹം ഇരുന്നിരുന്നു, അത് വിടുന്നു. എന്തായാലും ശരി, 2004 നടന്ന തിരഞ്ഞെടുപ്പിൽ അടൽ ബിഹാരി വാജ്പേയി തോറ്റുപോയി. അതിന് കാരണം എന്താണെന്നും ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. അതായത് BJPയുടെ കോർ ഐഡിയോളജിയിൽ നിന്നും BJP മാറി. അപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ആ കോർ ഐഡിയോളജിയിൽ നിന്നും വാജ്പേയിയുടെ ഗവൺമെൻറ് പിന്നോക്കം പോയപ്പോഴാണ് BJPക്ക് അവർ വോട്ട് ചെയ്യാതിരുന്നത്. ആ കാലഘട്ടത്തിലെ വോട്ട് നില ഉണ്ണി ബാലകൃഷ്ണൻ ഒന്ന് പരിശോധിച്ച് നോക്കണം. 2004 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയത് 138 സീറ്റാണ്. 10 വർഷം കഴിഞ്ഞു. 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചു, ജയിച്ചു. 282 സീറ്റുകൾ വാങ്ങിച്ചിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത്. പ്രിയപ്പെട്ട ഉണ്ണി ബാലകൃഷ്ണ, ഈ വോട്ട് ഉഗാണ്ടയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതല്ല, ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയതാണ്. ഇന്ത്യയിൽ ജനങ്ങൾ നൽകിയ മാൻഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മിസ്റ്റർ ഉണ്ണി ബാലകൃഷ്ണൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്, അല്ലാതെ പാർലമെൻറ്റിലെ ഓടളക്കി പ്രധാനമന്ത്രിയായ ആളല്ല. എന്താണ് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? ഭൂരിപക്ഷം ജനങ്ങളാണ് ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കുന്നത്, അല്ലാതെ മാപ്പറകളല്ല തീരുമാനിക്കുന്നത്. ഭൂരിപക്ഷം ജനതയാണ്. ആ ഭൂരിപക്ഷം ജനത നരേന്ദ്രമോദിക്ക് 2014 വോട്ട് ചെയ്ത് എന്തിനാണ്? അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ് നടപ്പിലാക്കാൻ. അവരുടെ പ്രകടന പത്രികയിൽ എന്താണ് പറഞ്ഞിരുന്നത്? BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ 370-ാം വകുപ്പ് റദ്ദാക്കും. അവർ റദ്ദാക്കി. 2, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് നടപ്പിലാക്കും. അയോധ്യയിൽ രാമക്ഷേത്രം പണിഞ്ഞു. അതിനാണല്ലോ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനം. ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്തത്. അത് ഉണ്ണി ബാലകൃഷ്ണൻ മനസ്സിലാക്കണം. ഒരു പാർട്ടി ഒരു പ്രകടന പത്രിക പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ, പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ആ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യുകയും
ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ചെയ്താൽ പിന്നെ എന്താണ് ബാലകൃഷ്ണൻ ചെയ്യേണ്ടത്? പ്രകടന പത്രിക മടക്കി കക്ഷത്തിൽ വയ്ക്കണം. ആ പ്രകടന പത്രികയിൽ പറഞ്ഞത് നടപ്പിലാക്കുകയാണ് മോദി ഗവൺമെൻറ് ചെയ്തത്. താങ്കൾ മനസ്സിലാക്കുക. ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ്റെ 4ാമത്തെ ആശങ്ക കേട്ടപ്പോൾ എനിക്ക് സത്യത്തിന് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകനോട് തോന്നിയ വികാരം അവജ്ഞയാണ്. എന്താണ് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത്? അയോധ്യയിലെ തർക്കഭൂമിയിലെ ആ തർക്കമന്ദിരം, അവിടെ ഉണ്ടായിരുന്ന ബാബറി മസ്ജിദ്, അത് പൊളിച്ചു കളഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് കോടതി ഒരു പരാമർശം നടത്തി, വിധി എഴുതി. അതൊരു ക്രിമിനൽ നടപടിയായിപ്പോയി എന്നാണ് അന്ന് സുപ്രീം കോടതി വിധി എഴുതിയത്. അത് മഹത്തായ ഒരു വിധിയാണ്. പിന്നീടൊരു വിധിയുണ്ടായി. ആ തർക്കമന്ദിരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മസ്ജിദ് പണിയാൻ വേറെ സ്ഥലവും അയോധ്യയിലെ രാമക്ഷേത്രം പണിയാൻ രാമജന്മഭൂമി ട്രസ്റ്റിന് സ്ഥലവും അനുവദിച്ച് രാമക്ഷേത്രം പണിയാൻ അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധി മോശം. അപ്പോൾ തർക്കമന്ദിരം തകർത്ത കോടതി വിധി നല്ല ഒന്നാന്തരം വിധി, തർക്കമന്ദിരം തകർത്തതിനെ വിമർശിച്ച കോടതി വിധി നല്ല വിധി, ഈ പ്രശ്നം പരിഹരിച്ച കോടതി വിധി മോശമായ വിധി. ഈ ഉണ്ണി ബാലകൃഷ്ണൻ ഏത് നാട്ടുകാരനാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും ശരി, കാര്യമായി എന്തോ തകരാറ് ഈ മനുഷ്യന് സംഭവിച്ചിട്ടുണ്ട്. കോടതി വിധി കൃത്യമായിട്ട് അദ്ദേഹം പരിശോധിക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആശങ്ക നമ്പർ 5 കേട്ടപ്പോഴേ എനിക്ക് എൻ്റെ സംശയം ഉറപ്പാക്കി. ഉണ്ണി ബാലകൃഷ്ണൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതാണ് സംസാരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമല്ല സംസ്കാരമാണ്. ഇത് പറഞ്ഞത് മോഹൻ ഭഗവതാണ്. ഇത് മഹത്തായ ഒരു തെറ്റാണ്. ഇത് ഉണ്ണി ബാലകൃഷ്ണനെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുന്നു. ഇത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത്രേ. കാലാകാലങ്ങളിൽ ഇന്ത്യയിൽ നിലനിന്ന ഒരു സംസ്കാരത്തെയാണ്, ഒരു പ്രദേശത്തെ ഹിന്ദെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിന്ധിനെ തീരത്ത് താമസിക്കുന്ന ജനതയാണ് ഹിന്ദുക്കളെന്ന് വിളിച്ചത്. ഉണ്ണി ബാലകൃഷ്ണൻ ചരിത്രം പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. ആ ജനതയുടെ സംസ്കാരത്തെയാണ് ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ണി ബാലകൃഷ്ണൻ കാര്യങ്ങൾ അറിയണമെങ്കിൽ അദ്ദേഹം ആദ്യം വായിക്കേണ്ടത് അർണോൾഡ് ടോയിൻബി എന്ന പ്രശസ്തനായ ചരിത്രകാരൻ്റെ ദ ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻസ് എന്ന പുസ്തകം അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കണം. സിന്ധു ഗംഗാ സമതലത്തിലെ സംസ്കാരത്തെക്കുറിച്ചും അതിൻ്റെ ഔന്നത്യത്തെക്കുറിച്ചും ഒക്കെ അർണോൾഡ് ടോയിൻബി വളരെ മനോഹരമായി പറയുന്നുണ്ട്. ഇനിയും അത് വായിക്കാൻ അദ്ദേഹം ബുദ്ധിമുട്ടി പോകണ്ട. ഡോക്ടർ കെ മുഹമ്മദ് എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഞാൻ ഭാരതീയൻ. ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. ഈ തർക്കഭൂമിയിൽ എന്താണ് ഉണ്ടായിരുന്നതെന്നും ബാബറി മസ്ജിദിൻ്റെ ഫൗണ്ടേഷനടിയിൽ രാമക്ഷേത്രത്തിൻ്റെ ശിലകൾ കണ്ടെത്തിയെന്ന് സംശയലേശമന്യേ ഡോക്ടർ കെ മുഹമ്മദ് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് അദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കാൻ, അദ്ദേഹം കണ്ടെത്തിയ യാഥാർത്ഥ്യം, അദ്ദേഹം കണ്ടെത്തിയ സത്യസന്ധമായ വസ്തുതകൾ, അത് പൊതുസമൂഹത്തിനെ അറിയിക്കുന്നതിൽ നിന്നും കെ മുഹമ്മദിനെ തടയാൻ നിക്ഷിപ്ത ശക്തികൾ, ചരിത്രകാരന്മാർ ശ്രമിച്ചു. അറിയാമോ ഉണ്ണി ബാലകൃഷ്ണന്? ഇവിടെ ഒരു പ്രമുഖ ചരിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ അധ്യാപകനൊക്കെ കൂടിയായിരുന്ന ഒരു പ്രമുഖ ചരിത്രകാരൻ നടത്തിയ നാണം കെട്ട വൃത്തിഹീനമായ പ്രവൃത്തികളെക്കുറിച്ച് പുസ്തകം വായിക്കൂ, താങ്കൾക്ക് മനസ്സിലാകും. എന്നിട്ട് അദ്ദേഹം വലിയ ഒരു ചരിത്രകാരനായിട്ട് ഞെളിഞ്ഞ് നടക്കുകയാണ്. ഒരു മത തീവ്രവാദി, ഒരു മതമൗലികവാദി, അതിൽ ചരിത്രകാരനാണത്രേ. അതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാതെ, മനസ്സിലാക്കാതെ താങ്കൾ ഇത്തരം ഒരു അഭിപ്രായം പറഞ്ഞത് താങ്കളുടെ വിവരക്കേട് കൊണ്ടാണ് എന്ന് വളരെ ദുഃഖത്തോടുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മോഹൻ ഭഗവത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം തേടി താങ്കൾക്ക് പോകണമെങ്കിൽ ഒന്നേ അർണോൾഡ് ടോയിൻബിയുടെ പുസ്തകം വായിക്കണം. അതല്ല, അയോധ്യയിലെ തർക്കഭൂമിയെക്കുറിച്ചാണ് അറിയണമെങ്കിൽ ഡോക്ടർ കെ മുഹമ്മദിൻ്റെ പുസ്തകം വായിക്കണം. കെ മുഹമ്മദും അർണോൾഡ് ടോയിൻബിയും RSSകാരല്ല പ്രിയപ്പെട്ട ഉണ്ണി ബാലകൃഷ്ണ. അത് കൂടെ ഉണ്ണി ബാലകൃഷ്ണൻ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഇനി അദ്ദേഹം അവസാനം പങ്കുവെക്കുന്ന ഒരാശങ്കയുണ്ട്. മോദിയുടെ പ്രതിഷ്ഠ ഇനി അയോധ്യയിൽ വരുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിഷ്ഠ ഇനിയും അയോധ്യയിൽ വരുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം. ഞാൻ ഉണ്ണി ബാലകൃഷ്ണനോട് ഒരു കാര്യം പറയാം. 30 വർഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. 20 വർഷം ഇടതുപക്ഷ പ്രവർത്തകനായിരുന്ന ഒരാളാണ് ഞാൻ അഭിമാനത്തോടുകൂടി പറയുകയാണ്, എൻ്റെ മനസ്സിൽ, ഭാരതീയനായ എൻ്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു നേതാവാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. എനിക്ക് അഭിമാനമാണ് പറയാൻ. എൻ്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മനുഷ്യനാണ് അദ്ദേഹം. എന്നെപ്പോലെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നരേന്ദ്രമോദിക്ക് പ്രത്യേക പ്രതിഷ്ഠ ആവശ്യമില്ല മിസ്റ്റർ ഉണ്ണി ബാലകൃഷ്ണൻ. അത്തരം പ്രതിഷ്ഠകൾ, ഇവിടെ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും പ്രതിമകളും ഉണ്ടായിട്ടില്ലേ? ലെനിൻ്റെ പ്രതിമ എവിടെ പോയി? സ്റ്റാലിൻ്റെ പ്രതിമ എവിടെ പോയി? അപ്പോൾ ആലോചിച്ച് നോക്കണം.
അത്തരം പ്രതിമകളൊക്കെ തകർക്കാൻ പറ്റും. പക്ഷെ നരേന്ദ്രമോദിയെ പോലെ നിസ്വാർത്ഥനായ ധീരനായ ഒരു ഭരണാധികാരി, ഒരു നേതാവ്, ഒരു ജനതയുടെ മനസ്സിൽ ഇടം നേടിയ ആ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ചിരപ്രതിഷ്ഠ ആയിട്ട് നരേന്ദ്രമോദിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരിൽ ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. ഞാൻ അഭിമാനത്തോടുകൂടിയാണ്. ഒരു കാര്യം കൂടി ഞാൻ ഉണ്ണി ബാലകൃഷ്ണനോട് പറയാം. ഭാരതത്തിൽ ഹിന്ദുവായിട്ട് ജനിച്ച ഒരാളാണ് ഞാൻ. ഹിന്ദുവായിട്ട് തന്നെ എനിക്കിവിടെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഈ രാജ്യം നരേന്ദ്രമോദി ഭരിച്ചേ മതിയാകൂ എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ആളാണ് നരേന്ദ്രമോദി എന്ന്. ഇത് താങ്കൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നരേന്ദ്രമോദി ചെയ്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ 2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിച്ചിരുന്ന ഇറ്റാലിയൻ ഭരണകൂടത്തിൽ നിന്നും, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൽ നിന്നും, കട്രോച്ചിയിൽ നിന്നും, ജോർജ് സോറസിൽ നിന്നും, ഒരുപറ്റം ഇന്ത്യ വിരുദ്ധരിൽ നിന്നും ഈ മഹത്തായ രാജ്യത്തെയും ഇവിടുത്തെ സംസ്കാരത്തെയും വീണ്ടെടുത്ത ധീരനായ നേതാവാണ് നരേന്ദ്രമോദി. ചരിത്രത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ രേഖപ്പെടുത്തും. താങ്കൾ മനസ്സിലാക്കിക്കോളൂ. നരേന്ദ്രമോദിയെ ചരിത്രമാണ് വിലയിരുത്താൻ പോകുന്നത്. താങ്കളെപ്പോലുള്ള മാപ്പറകളല്ല, താങ്കളെപ്പോലുള്ള നാണം കെട്ട പത്രപ്രവർത്തകരല്ല. നരേന്ദ്രമോദിയെ വിലയിരുത്തുന്ന ചരിത്രമാണെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ മറക്കരുത്. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഈ സർജിക്കൽ സ്ട്രൈക്കിലെ അങ്ങ് അവതരിപ്പിച്ച പരിപാടി ഞാൻ കണ്ടു. ഒരുപക്ഷേ നരേന്ദ്രമോദിയോടുള്ള വിദ്വേഷം കൊണ്ടോ അതോ മതേതരത്തെ വികാരം ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയത് കൊണ്ടോ എന്താണെന്നറിഞ്ഞുകൂടാ, അങ്ങ് ശ്വാസം വിടാതാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു പത്രപ്രവർത്തകനെ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, അങ്ങ് ശ്വാസം എടുക്കണം. ശ്വാസം മുട്ടി സ്വയം ഇല്ലാതാകാൻ അങ്ങയെ അനുവദിക്കരുത്. അതുകൊണ്ട് ശ്വാസമൊക്കെ വിട്ട് വളരെ ലളിതമായി കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയൊന്നും ആവേശം വേണ്ട. താങ്കൾ എത്ര ആവേശം കൊണ്ടാലും നരേന്ദ്രമോദി മോദിയാണ്. ജനലക്ഷങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നേതാവാണ്. നിങ്ങളുടെ ചാനലുകൾക്കോ ഇവിടുത്തെ കുറേ പത്രങ്ങൾക്കോ ഒന്നും മോദി ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ കഴിയില്ല. മോദി ആരാണ്, എന്താണ് എന്ന് നാളത്തെ തലമുറ ചരിത്രത്തിലൂടെ അറിയും എന്ന് മാത്രമേ എനിക്ക് ഉണ്ണി ബാലകൃഷ്ണനോട് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.